നമ്മളിപ്പോൾ ഉള്ളത് മുരുടേശ്വർ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. മുരുടേശ്വറിൽ പോകാനായിട്ട് നമ്മൾ ആദ്യം രാവിലെ വന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ സെയിം ബസ് സ്റ്റോപ്പിലാണ്. ഇനി നമ്മൾ നേരെ ഉടുപ്പി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്, ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒറ്റ ബസ് കിട്ടും, നമുക്ക് നേരെ ഉടുപ്പിയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ബസ് വന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഒരുപാട് സമയം അവിടെ കാത്തു നിന്നു കേട്ടോ. അവസാനം ഒരു അരമണിക്കൂറിന് ശേഷം ഈ ബസ് വന്നു. അപ്പോൾ ഇതിൽ ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ടൈം എടുക്കും നമുക്ക് ഉടുപ്പിയിലെത്താനായിട്ട്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഉടുപ്പി ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചായിരിക്കും നമ്മൾ ഉടുപ്പി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കയറിയ ബസ് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇറക്കി കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. പക്ഷെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു ജ്യൂസ് മാത്രം മേടിച്ചിട്ട് നമുക്ക് ബസ് കിടക്കുന്നിടത്തേക്ക് പോകാം. ബസ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പം മുരുടേശ്വരിൽ 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടുപ്പി ബസ് സ്റ്റാൻഡ് നല്ല മഴയാണ്. അപ്പോൾ നമുക്കിനി ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ എന്തെങ്കിലും വിളിച്ചിട്ടേ നമുക്ക് താമസിക്കുന്ന ശ്രീകൃഷ്ണ മാതാ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റും. അവിടെയാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഇതാണ് കേട്ടോ മഠത്തിൻ്റെ ഗേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഓട്ടോയിൽ ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇതിന് നേരെ അകത്ത് പോയിട്ട് അകത്ത് എവിടെയെങ്കിലും നമുക്ക് റൂം കിട്ടുമെന്ന് നോക്കാം. ഇതാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോയിട്ട് അവിടെ കുറച്ച് ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ താമസിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് റൂമൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അവസാനം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആദ്യം താമസിച്ച സ്ഥലത്ത് റൂമില്ലായിരുന്നു. അപ്പോൾ വേറൊരു ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഒരു റൂമിന് 600 രൂപയാണ്. ഇത് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത റൂം വരുന്നത്. ഇതാണ് റൂം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റൂമാണ്, ക്ലീനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടുത്തെ നമ്മളെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ക്ഷേത്രം നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്തോ ഒരു ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതാണ് ഈ ചെണ്ടക്കൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മഠത്തിന് ക്ഷേത്രത്തിന് തൊട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റൂം വരുന്നത്. ഈ ഒരു റൂമിന് 600 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ നേരെ ക്ഷേത്രത്തിലോട്ട് പോകാൻ പോലെ കേട്ടോ. ഇവിടെ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. മുണ്ടും ഷർട്ടും മാത്രമേ കയറ്റി വിടത്തുള്ളൂ. പാൻറ് കയറ്റി വിടും, അല്ലാതെ ബനിയൻ, ടീഷർട്ട്, ഷോർട്സ് ഇതൊന്നും കയറ്റി വിടത്തില്ല. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിനകത്തോട്ട് പോകാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴ നമുക്കൊരു പ്രശ്നമാണ്. കുടയുണ്ട്, എന്നാലും നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് കുറച്ച് പോകാനുള്ളൂ. അപ്പോൾ ചെരുപ്പ് നമുക്കിവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അകത്തേക്ക് കയറാമേ. അപ്പോൾ നമുക്ക് എൻട്രൻസിൻ്റെ അകത്ത് കയറാറായിട്ടോ. ഇതാണ് മെയിൻ വെസ്റ്റ് ഭാഗത്തുള്ള എൻട്രൻസ്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ഇനി ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അകത്ത് കയറിയിട്ട് ഇറങ്ങിയിട്ട് കാണാം. നമ്മളിപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞു കേട്ടോ. വീണ്ടും മഴ ഭയങ്കര ശക്തമായി. അപ്പോൾ നമ്മളിത് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറയുമ്പോഴത്തേക്ക് നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ ഒരു ഗോശാല ഉണ്ട് കേട്ടോ. ആ ഭാഗത്താണ് ഗോശാല വരുന്നത്. ഇതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ മാതയുടെ ഫ്രണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഈ ക്ഷേത്രമാണ്, ചന്ദ്രമൗലീശ്വര ക്ഷേത്രം. അപ്പോൾ ഇവിടെയും നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം.
വരുമ്പോഴത്തേക്ക് നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ കനകനക്കിണ്ടി ദർശനം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ അകത്ത് കണ്ട ശ്രീകൃഷ്ണനെ നമുക്ക് പുറത്തെ ഈ വാതിലിൽ കൂടെ അതായത് ഈ ഹോളിൽ കൂടെ കാണാൻ പറ്റും. അതിനാണ് കനകനക്കിണ്ടി ദർശനം എന്ന് പറയുന്നത്. അതിവിടെ ഈ ഭാഗത്താണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ ഉടുപ്പിയിൽ വരുവാണെങ്കിൽ ഈ കാണുന്ന ഹോട്ടലിനകത്ത് കയറുന്ന ഫുഡ് കഴിക്കണം കേട്ടോ. ഇത് ഈ മഠത്തിൻ്റെ അകത്താണ്, അടിപൊളി ഹോട്ടലാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അകത്ത് കയറിയിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത സ്പേസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഉള്ള ഒട്ടുമിക്ക ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു. എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ 6 പേരാണെന്നുള്ള ഉണ്ടായിരുന്നത്, പിന്നെ മോളുമാണ്. എല്ലാം കൂടെ ബില്ല് എമൗണ്ട് വരുന്നത് 975 രൂപയാണ് നമുക്ക് ആകെ കൂടി ബില്ല് എമൗണ്ട് ആയത്. അതിൽ ഒരു സാധനം പോലും നമുക്ക് നെഗറ്റീവ് പറയാൻ വേണ്ടിയില്ല. കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. ഈ ഹോട്ടൽ നോക്കി വെച്ചേക്കട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മളിത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ കേരളത്തിലോട്ടുള്ള ട്രെയിൻ വെരാവലാണ് ഈ സമയത്തുള്ളത്. വെരാവൽ 2 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ നമ്മൾക്ക് താമസിക്കുന്ന ഈ മഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഓട്ടോയിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കുറച്ചൊന്ന് ഉള്ളിലാണ്. അപ്പോൾ അവിടെ വരെ നമുക്ക് ഓട്ടോയിൽ പോകാനുള്ള ദൂരമുണ്ട്. നമുക്ക് നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകാം. വരുന്നത് കേട്ടോ നമുക്ക് പോകാനുള്ള വെരാവൽ എക്സ്പ്രസ്.